എല്ലാ വഹാബികളും പഠിച്ചു വെച്ചോളൂ. എല്ലാ വഹാബികളും ശരിക്ക് പഠിച്ചു വെച്ചോളാൻ വേണ്ടി മുസ്ലിയാർ ഉദ്ധരിക്കുന്നുണ്ട്. അത് ശരിക്ക് കേട്ടോ. മുസ്ലിയാർ പറയുന്ന എല്ലാ വഹാബികളും ശരിക്ക് കേൾക്കണേ. വഹാബികൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഷൗക്കാനി. വഹാബികൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഷൗക്കാനി. ആ ഷൗക്കാനി എന്താ പറയുന്നതെന്ന് മൊയ്ലിയാർ വ്യക്തമാക്കുന്നത് കാണുക. തുഹ്ഫത്തുൽ സാക്കിരീൻ എന്ന കിതാബിൽ തന്നെ വ്യക്തമാക്കി തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വെക്കുന്നു, സ്വഹീഹായ ഹദീസ്. ഏതാണ് വെക്കുന്നത്? സ്വഹീഹായ ഹദീസ്. ശരിക്ക് ശ്രദ്ധിച്ചോ. ഷൗക്കാനി ഏത് ഹദീസാ വെക്കുന്നത്? സ്വഹീഹായ ഹദീസ്. ഈ ഭൂമിയിൽ കള്ള ഹദീസായിട്ട് ഒന്നാമത്തെ സ്ഥാനത്തുള്ള ഹദീസ് ഏതാണ്? അതാണ് വെക്കാൻ പോകുന്നത്. ഭൂമിയിൽ ഒന്നാമത്തെ കള്ള ഹദീസ്. ഇയാളെന്താ പറഞ്ഞ്? ഷൗക്കാനി ഇതാ സ്വഹീഹായ ഹദീസ് വെക്കുന്നു. ഈ ഭൂമിയിൽ ഒന്നാമത്തെ കള്ള ഹദീസ് കൊണ്ടുവന്നിട്ടാണ് സ്വഹീഹായ ഹദീസ് എന്ന് മൊയ്ലിയാർ പറയുന്നത്. ഏതാ ഹദീസ് എന്ന് കേട്ടോ. എന്താണ് ഹദീസ്? വഇൻ അറാദ ഔനൻ ഫൽയഖുൽ യാ ഇബാദല്ലാഹി അഈനുനി യാ ഇബാദല്ലാഹി അഈനുനി. ഏതാ ഹദീസ്? യാ ഇബാദല്ലാഹി. ഒരുത്തൻ മുസ്ലിമാണോ ഓനെന്താ പറയാ? യാ അല്ലാഹ്. ഒരുത്തൻ മുശ്രിക്കാകുന്നത് എപ്പോഴാണ്? യാ ഇബാദല്ലാഹ് എന്ന് പറയുമോ? ഷൗക്കാനി എന്താ പറഞ്ഞ്? യാ ഇബാദല്ലാഹ്. അള്ളാഹു റസൂൽ പഠിപ്പിച്ച എന്താണ്? യാ അല്ലാഹ് വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഷൗക്കാനി ഇവിടെ പഠിപ്പിക്കുന്ന എന്താണ്? യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളോട് സഹായം തേടണം. ബാക്കി കേട്ടോ. ആർക്കെങ്കിലും ഒരു സഹായം ഉദ്ദേശിച്ചാൽ അപ്പൊ അവൻ പറയട്ടെ, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കുവിൻ. അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കും. ലോകത്താദ്യമായിട്ട് ഒരുത്തൻ മുശ്രിക്കായപ്പോന്നോ യാ ഇബാദുല്ലാ എന്ന് പറയുന്നത് കൂടിയാ. ഒന്നാമത്തെ മുശ്രിക്ക് ലോകത്തുണ്ടായത് യാ ഇബാദുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ഭൂമിയിൽ ഒന്നാമത്തെ മുശ്രിക്ക് യാ ഇബാദുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടായത്. ഒന്നാമത്തെ മുസ്ലിം ഏതാണ്? യാ അല്ലാ. യാ അല്ലാ എന്ന് പറയുന്നവനാരാ? മുസ്ലിം. യാ ഇബാദുല്ലാ എന്ന് പറയുന്നവനാരാണ്? മുശ്രിക്ക്. അങ്ങനെ മുശ്രിക്കാകാൻ വേണ്ടി ഷൗക്കാനി എന്തല്ല പിന്നെ ബാക്കി അള്ളാഹുവിന്റെ അടിയാക്കളെ എന്നെ സഹായിക്കുവിൻ. ഈ ഹദീസ് ഇസ്തിഗാസക്ക് തെളിവാണ്. ഈ ഹദീസ് എന്തിനു തെളിവാണ്? ഇസ്തിഗാസക്ക്. എന്താ തെളിവ്? യാ ഇബാദല്ലാ, അള്ളാന്റെ അടിമകളെ സഹായിക്കണേ. അള്ളാഹു പഠിപ്പിച്ച എന്താണ്? ദിവസവും ഓരോ മൊയ്ലിയാന്മാരെ കൊണ്ട് ചൊല്ലിക്കുന്ന എന്താണ്? വയ്യാക നസ്തഈൻ 17 പ്രാവശ്യം. ഏറ്റവും ചുരുങ്ങിയത് ഒരു മൊയ്ലിയാർ 17 പ്രാവശ്യം പറയണം, എന്നാലേ മുസ്ലിം ആകും. എന്താ പറയേണ്ടി? വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. അതിനെ തകർക്കാൻ വേണ്ടി ഷൗക്കാനി കൊണ്ടുവന്ന എന്താണ്? യാ ഇബാദല്ലാ. യാ അല്ലാ എന്ന് പറഞ്ഞാൽ വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. യാ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ സകല അടിമകളോട് സഹായം തേടാം. നഊദു ബില്ലാഹ്. ഇസ്തിഗാസ തേടണം, അത് അനുവദനീയമായ കാര്യമാണ്, ജായിസായ കാര്യമാണെന്നാ ഷൗക്കാനി പറയുന്നത്. ആ ഷൗക്കാനി എങ്ങനെയാ മൊയ്ലിയാറെ മുജാഹിദാവുക, സലഫിയാവുക? അള്ളാന്റെ അടിമകളെ വിളിച്ച് സഹായം തേടണം എന്ന് പറയുന്ന ഒരുത്തൻ കാന്തപുരത്തിന്റെ അനുയായി ആവുക എന്നല്ലാതെ ഓനെങ്ങനെയാ സലഫിയാവുക, മുജാഹിദാവുക? എങ്ങനെയാ മൊയ്ലിയാറെ? ഇസ്തിഗാസ തേടാൻ എന്നതിന് മേൽ ജായിസാണ് ഈ ഹദീസ് തെളിവാകുന്നു. ജായിസ് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്. അനുവദനീയം എന്ന് മാത്രമല്ല, ബാക്കി കൂടി കേട്ടോ. അപ്പോ ഇസ്തിഗാസ തേടുക തന്നെ ചെയ്യണം. ഇവിടെ അള്ളാഹു ഇസ്തിഗാസ തേടുക തന്നെ ചെയ്യണം. മുസ്ലിം ആണെങ്കിൽ എന്താ ചെയ്യുക? യാ അല്ലാ എന്നാണ് തേടുക. മുശ്രിക്കാണെങ്കിൽ എന്താ തേടുക? യാ ഇബാദല്ലാ. ലോകത്ത് മുസ്ലിമും മുശ്രിക്കുമായിട്ട് വേർതിരിയുന്ന എവിടെയാണെന്നറിയാമോ? ഇല്ലേ? അള്ള പറഞ്ഞു ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. അതായത് അള്ളാഹിനോട് തേടാൻ വേണ്ടി, യാ അല്ലാ എന്ന് വിളിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്. പക്ഷെ ലോകത്തുള്ള മുശ്രിക്കുകൾ യാ ഇബാദുല്ലാ, അള്ളാഹിന്റെ അടിമകളെ വിളിച്ചുകൊണ്ട് മുശ്രിക്കാവുക. ലോകത്ത് ഒന്നാമത്തെ മുശ്രിക്കാരാണ്. എങ്ങനെയായത്? യാ ഇബാദുല്ലാ എന്ന് വിളിച്ചിട്ട്. ഒന്നാമത്തെ മുസ്ലിം എങ്ങനെയുണ്ടായി? യാ അല്ലാ എന്ന് വിളിച്ചിട്ട്.
ബാക്കി അടിമകളുടെ സഹായം തേടാൻ വേണ്ടി മുത്തുനബി പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാ, മുത്തുനബിന്റെ പേരില കളവ് പറയുന്നത്. ഈ ഭൂമിയിലെ ഒന്നാമത്തെ കള്ള ഹദീസാണിത്. ഹദീസുകളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ കള്ള ഹദീസ് ഏതാണ്? യാ ഇബാദല്ലാ എന്നുള്ള. അത് മുത്തുനബി പഠിപ്പിച്ചാണ്. അത് ഇബ്ലീസ് കെട്ടിയുണ്ടാക്കിയ കള്ള ഹദീസമല്ലേ. ഇസ്ലാമിന്റെ തൗഹീദ് തകർക്കാൻ വേണ്ടി യഹൂദികള്, അതുപോലെ ഷിയാക്കള്, അതുപോലെ സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന ഹദീസാണിത്. ഏത്? തൗഹീദ് തകർത്തിട്ട് ജനങ്ങളെ മുശ്രിക്കുകളാക്കാൻ, ബഹുദൈവ വിശ്വാസികളാക്കാൻ വേണ്ടി ജൂതന്മാരും ഷിയാക്കളും സമസ്തക്കാരും പ്രചരിപ്പിക്കുന്ന ലോകത്തെ ഒന്നാമത്തെ കള്ള ഹദീസാണ് യാ ഇബാദല്ലാ എന്നുള്ളത്. മുസ്ലിങ്ങൾ പറയെന്താണോ യാ അല്ലാ എന്നുള്ളതാ പ്രചരിപ്പിക്കുക. മറ്റത് മുശ്രിക്കുകൾ പ്രചരിപ്പിക്കുന്നതാ വലിയ. ബാക്കി അള്ളാനോട് സഹായം തേടാനല്ല. അള്ളാനോട് സഹായം തേടാൻ മുശ്രിക്കുകൾ പറയോ? അള്ളാനോട് സഹായം തേടാൻ മുസ്ലിങ്ങളാ പറയാ. ഇവിടെ അള്ളാനോട് സഹായം തേടാനല്ല, മരിച്ചവരോട് സഹായം തേടാൻ വേണ്ടി യാ ഇബാദല്ലാ എന്ന കള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ പേരുന്നോണ ഹദീസ്. അത് അത്ര വലിയ കള്ള ഹദീസ് ലോകത്ത് പറയില്ല. ആ ഹദീസ് ഷൗക്കാനി കൊണ്ടുവന്നിക്കെന്ന് പറഞ്ഞ് ഒന്നാമത് ഷൗക്കാനിന്റെ പേരിൽ നുണ പറഞ്ഞു. രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞെന്ന് റസൂലിന്റെ പേരിൽ നുണ പറഞ്ഞു. ഇനി ബാക്കി അള്ളാന്റെ അടിമകളോട് സഹായം തേടുക തന്നെ ചെയ്യണം. അള്ളാന്റെ അടിമകളോട് സഹായം തേടുക മുശ്രിക്കുകളാ വലിയ ഹദീസ് വ്യക്തമാകുന്നു. അതെ, ഈ ഹദീസ് അതാണ് വ്യക്തമാക്കുന്നത്. അള്ളാന്റെ അടിമകളോട് സഹായം തേടണം, മുശ്രിക്കുകളുടെ ഏർപ്പാട്. അങ്ങനെ മുശ്രിക്കുകൾ ഭൂമിയിലുണ്ടായത്. ഭൂമിയിലുണ്ടായ മുശ്രിക്കുകൾ എന്താണ്? യാ ഇബാദല്ലാ എന്ന് പറയുന്ന. ഭൂമിയിലുള്ള ഏകദൈവ വിശ്വാസികൾ മുസ്ലിങ്ങൾ എങ്ങനെയാണ് യാ അല്ലാ എന്ന് പറയുന്ന. എന്നിട്ട് ബാക്കി ഇത് ഇസ്തിഗാസക്ക് ഏറ്റവും വലിയ തെളിവാകുന്നു വഹാബി പുരോഹിതൻ ഷൗക്കാനി പഠിപ്പിക്കുന്നത്. വഹാബി പുരോഹിതൻ എന്ന് പറയല്ല, കാന്തപുരത്തിന്റെ പുരോഹിതൻ എന്ന് പറയാം. വഹാബികള ഇത് ഷൗക്കാനി വഹാബികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വഹാബികളല്ലേ ഒന്നാം നമ്പർ, എല്ലാ സ്റ്റേജിലും ഇത് പറയണ്ടേ. നിങ്ങൾ യാ ഇബാദല്ലാ എന്ന് തേടിക്കോളി. മുസ്ലിങ്ങളെ നിങ്ങൾ യാ ഇബാദല്ലാ എന്ന് തേടിക്കോളി എന്ന് മുജാഹിദുകളല്ലേ പറയണ്ടേ. ഷൗക്കാനി അങ്ങനെ പഠിപ്പിച്ചാൽ പേരൊന്നാണ് പറയല്ല വലിയ. ബാക്കി ഇതിന് ഗണ്ണിക്ക് അങ്ങോട്ട് കഴിയോ? നിങ്ങളെ ഉസ്താദന്മാരെ പഠിപ്പിക്കുന്നത് വഹാബികളെ. എല്ലാ വഹാബികളും ഇത് തന്നെയാ പറയുന്നത്. ഇത് നിങ്ങൾ വിശ്വസിക്കറേ, ഇത് കള്ള ഹദീസാ. ഈ ഹദീസ് ഉണ്ടല്ലോ യാ ഇബാദല്ലാ എന്ന ഹദീസ് ഭൂമിയിലെ ഒന്നാമത്തെ കള്ള ഹദീസാണ്. അത് മുസ്ലിങ്ങളെ നിങ്ങൾ ആരും വിശ്വസിക്കരുത്. അത് ഇബ്ലീസിന്റെ ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് യാ അല്ലാ എന്നതാണ്. യാ അല്ലാ എന്നെ വിളിക്കാവും, യാ ഇബാദല്ലാ എന്നെ വിളിക്കുന്ന പോലെ മുശ്രിക്കുകളാണ് എന്നാണ് മൗലവിമാരെ ഞാള് പറയുന്നത്. അപ്പൊ ഷൗക്കാനി അങ്ങനെ യാ ഇബാദല്ലാ എന്ന് വിളിക്കണമെങ്കിൽ, അതെങ്ങനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷൗക്കാനി എങ്ങനെയാ മുജാഹിദിന്റെ ആളാവുക? കാന്തപുരത്തിന്റെ നേതാവാണ് എന്ന് പറയുമല്ലേ. ഷൗക്കാനി ഇങ്ങളി പറഞ്ഞ ഈ കള്ള ഹദീസ് എടുത്ത് ഉപയോഗിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൗക്കാനി കാന്തപുര ഉസ്താദിന്റെ ഉസ്താദാ എന്നാ പറയണ്ടേ, അല്ലാതെ മുജാഹിദുകളുടെ സലഫികളുടെ ഉസ്താദല്ല.